എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതാണ്ട് പണിക്ക് വന്നേക്കുക. ഇത് മെയിൻ പോസ്റ്റാണ്. ഇതിൽ നിന്നാണ് 3 കപ്പി താപ്പോട്ടേക്ക് വരുന്നത്. ഇതിപ്പോൾ ആ ചേട്ടൻ കയറിട്ട് കെട്ടുന്നതിൻ്റെ പേരാണ് ഔട്ട് റമ്മ്. ഇതിനകത്തൂടെയാണ് ചരക്ക് മേപ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പം വല വലിച്ച് നമ്മൾ കൈകൊണ്ട് വലിച്ച് മേളിലോട്ട് എടുത്ത് നിർത്തിയിരിക്കുകയാണ്. കപ്പിയിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ജസ്റ്റ് ആ ഔട്ട് റമ്മിലൂടെ പൊങ്ങി വന്ന് ഇതിൻ്റെ നടുക്കൊരു കെട്ടുണ്ട്. അതായത് മൂഡ് റോപ്പ് എന്ന് പറയും. അതായത് അടിയിലോട്ട് പോകുന്ന റോപ്പിനെ വേർതിരിച്ച് നിർത്തുന്ന കെട്ടാണ്. ആ കെട്ട് അഴിച്ചിട്ട് വേണം കപ്പിയിലിട്ട് അതിൻ്റെ ചെവിട് പൊക്കിയെടുക്കാൻ. അതാണ്ട് ഇപ്പോൾ ഈ കയറെടുത്ത് കപ്പിയിലേക്ക് ഇടും. ഇനി അടുത്ത ഔട്ട് റം, 2 സൈഡിൽ ഔട്ട് റമ്മുണ്ട്. വീഞ്ചിൻ്റെ 2 വശത്തും ഓരോ ഔട്ട് റമ്മുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഔട്ട് റം വഴി ഈ ചെവിട് പൊങ്ങി മേപ്പോട്ട് വരും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വല വലിക്കുമ്പോൾ നല്ല ചെള്ള, അതായത് ചേറ് ചെളി ഇതെല്ലാം കൂടെ ഉണ്ടാവുമല്ലോ, അത് കഴുകി കളഞ്ഞ് വൃത്തിയാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആ ബോട്ട് മുമ്പോട്ട് ഓടിക്കുകയാണ്. ഇപ്പോൾ നേരെ അത് പുറകിലോട്ട് പോകുന്നുണ്ട്. അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ സ്പീഡിന് ഇതിനകത്തുള്ള മണ്ണും ചെളിയെല്ലാം കലങ്ങിപ്പോവും. പിന്നെ വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. കാരണം കരക്കാറ്റ് മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്ന മാസത്തിൽ കടലിന് വലിയ ആയിപ്പും, അതായത് റഫൊന്നുമല്ല, നോർമലായിരിക്കും. നല്ല കാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കരക്കാറ്റ് മാത്രമേ കാണുന്നത്. കിഴക്ക് നിന്ന് വരുന്ന കാറ്റ് കൊണ്ട് വലിയ തിരമാലകൾ ഉണ്ടാവില്ല, നോർമലായിരിക്കും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, നല്ല നീല വെള്ളമാണ്. സാധാരണ ഇത് പടിഞ്ഞാറൻ കടലിലേ ഉള്ളൂ ഈ ഒരു കളർ കിട്ടുന്നത്. ചില മാസങ്ങളിൽ മാത്രമേ നമുക്ക് കരക്കടലിൽ ഇത് കാണാൻ പറ്റൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പണി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ കഴിഞ്ഞിട്ടുള്ള തോട്ടപ്പള്ളി ആ ഭാഗമാണ്. ഒരു 12-13 ഭാഗം ആഴമുണ്ട്. അതായത് ഒരു 72 ഫീറ്റ് ആ ഒരു റേഞ്ചിലുള്ള ആഴം. ഇപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം മാറി. ഇപ്പോൾ ഇനി വല ഈ റോപ്പ്, അതായത് ഇപ്പം ഈ വലിച്ചെടുക്കുന്ന ഈ റോപ്പ് വെള്ളത്തിൽ കിടക്കുന്ന അതാണ് മൂഡ് റോപ്പ്. അതിനകത്തൂടെ വലിച്ച് അടുപ്പിച്ചതിന് ശേഷം ഈ കപ്പിയിൽ നിന്ന് നമ്മൾ മേപ്പോട്ടേക്ക് ചരക്ക് പൊക്കിയെടുക്കും. എന്നിട്ട് വേണം നമുക്ക് അത് മേപ്പോട്ടേക്ക് കൊണ്ടുവന്ന് പൊട്ടിച്ച് ബോട്ടിൽ അമരത്തോട്ടിടാൻ. ഇനി ഇതിനകത്ത് കപ്പി കൊളുത്തിയാൽ മാത്രം മതി. കാരണം മണ്ണ് അഴുക്ക് എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ, പുള്ളി ബംഗാളിയാണ്, ഞങ്ങളുടെ ഡ്രൈവറാണ്. ആള് കപ്പി കൊളുത്തിയാണ്. ഈ കപ്പി കൊളുത്തിയതിന് ശേഷം നമുക്കിത് മേപ്പോട്ടേക്ക് എടുക്കാൻ പറ്റും. കാരണം കൈ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ശംഖ്, കല്ല്, മുള്ള്, ആനക്കൊമ്പ് ഇത് എല്ലാം ഉണ്ട്. ആനക്കൊമ്പെന്ന് പറയുന്നത് കാട്ടാനയുടെ അല്ല, ഈ ആലപ്പുഴ എറണാകുളം കടലിൽ മാത്രം കാണുന്ന ഒരു ചെറിയ സാധനമാണ്. അത് നമ്മുടെ കാലയിലൊക്കെ പൊത്ത് കയറും. നൈസായിട്ട് പണി കിട്ടും നമുക്ക്. ഇത് കപ്പി അതിനകത്തൂടെ കൊളുത്തിയിട്ട് വേണം ഇതിനൊന്ന് നിർത്താനായിട്ട്. കാരണം എന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കും. ഇപ്പോൾ ചരക്ക് പൊട്ടി വീഴുകയാണ്. ആദ്യം ഓടിപ്പോകുന്നതെല്ലാം ഞണ്ട് ഐറ്റംസാണ്. കാരണം കൊഞ്ച് അങ്ങനെ ഓടിപ്പോവില്ല, ചുമ്മാ ചാടിക്കളിക്കത്തേ ഉള്ളൂ. കണ്ടില്ല, വലിയ ഞണ്ടുകളെല്ലാം ഓടി പോകണം. ഇതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. കൊഞ്ച്, ഞണ്ട്, ചെറിയ കണവ, മീൻ. ഇത് ഉറത്തേന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. വെട്ടി എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം യൂട്യൂബിൽ. അത് ഓവിക്കൊഞ്ചാണ്. ഇത് നാരൻ, ഇത് ഞണ്ട്, എല്ലാ വെറൈറ്റിയും ഉണ്ട് ഒരു വലയിൽ തന്നെ.